എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു നെത്തോലി തോരൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലി തോരൻ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പോൾ ഈ നെത്തോലി തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നെത്തോലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3/4 കിലോ നെത്തോലിയാണ്. ഇതിൻ്റെ തലയും വാലും കളഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ മുള്ളും കളഞ്ഞിട്ടുണ്ട്. മുള്ള് കളയണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അമ്മ എപ്പോഴും മുള്ള് കളഞ്ഞിട്ടാണ് ഈ തോരൻ ഉണ്ടാക്കാറുള്ളത്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതായിരിക്കും കൂടുതൽ നല്ലത്. നിങ്ങൾക്ക് മുള്ള് കളയാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ തലയും വാലും മാത്രം കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. നെത്തോലി ഒരു 4-5 പ്രാവശ്യം നന്നായി കഴുകി തന്നെ എടുക്കണം. പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് ഞാനൊരു 15 ചെറിയ ഉള്ളി ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല, ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഒരു വലിയ പച്ചമുളക് 4ആയിട്ട് ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, എരിവ് പോലെ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് ഇത്രയുള്ളൊരു കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. ഇത് തോരനിൽ ചേർക്കുന്ന സമയത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ചേർക്കണം. നിങ്ങൾക്ക് ആ സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ കുറച്ച് വാളംപുളി, ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിനുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമാണ് നമ്മൾ തോരനിൽ ചേർക്കുന്നത്. പിന്നെ വേണ്ടത് 3 വലിയ പിടി തേങ്ങ. 3 വലിയ പിടി എന്ന് പറയുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയുടെ പകുതിയൊക്കെ മതിയാവും. അപ്പോൾ ആദ്യം നമുക്ക് ഈ തേങ്ങ വെച്ച് ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. ഇത് നമുക്ക് തേങ്ങയുടെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അരപ്പിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കാനായിട്ടാണ് ഒരല്പം ഉപ്പ് ഈ സമയത്ത് ചേർക്കുന്നത്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കണ്ട. തോരനൊക്കെ അരയ്ക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. തരിയായിട്ട് തന്നെ കിടക്കണം. അപ്പോൾ തേങ്ങ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരിക്കണം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തോട്ടൊരു 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ ഒരു 2 ചെറിയ ഉള്ളി കനം കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ സാധാരണ കടുക് താളിച്ച് ചേർക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വരാനായിട്ടാണ് ഇങ്ങനെ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് ചെയ്യുന്നത്. ഒന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് 2 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പം ആ തോരനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചേർക്കാം, കറിവേപ്പിലയും ചേർക്കാം. ഈ സമയത്ത് നമ്മൾ ഇഞ്ചി ചേർത്തിട്ടില്ല, ഇഞ്ചി കുറച്ച് കഴിഞ്ഞ് ചേർത്താൽ മതി. ഇത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ ഇഞ്ചി ചേർക്കാം. നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തോട്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വീണ്ടും വഴറ്റി കൊടുക്കാം. ആ ചെറിയ ഉള്ളിയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറി വരണം. ഇഞ്ചി ഒരുപാട് വേണ്ട കേട്ടോ, ഞാനിപ്പോൾ എടുത്തില്ലേ, അത്രയും ചെറിയൊരു കഷ്ണം മതി. വളരെ ചെറിയൊരു ഫ്ലേവർ മാത്രം മതി. ഇത് കുറച്ച് നേരം കൂടി വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളിയുടെ നിറമൊക്കെ ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ അരപ്പ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്താൽ മതി, ഒരുപാട് സമയം ഇളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് പുളിവെള്ളം ഒഴിക്കാം. ഒന്നും കൂടി മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. അരപ്പിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് കണക്കാക്കി ചേർത്താൽ മതി. പിന്നെ മീനൊന്ന് വെന്ത് വന്നതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മീൻ ഉടഞ്ഞു പോകാതെ ഇളക്കണം. അപ്പോൾ വളരെ പതുക്കെ അരപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ കൂട്ടി വെക്കുക കേട്ടോ, നടുക്കോട്ട് ഇങ്ങനെ കൂട്ടി വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരപ്പരച്ച മിക്സി ഉണ്ടല്ലോ, അതിനകത്ത് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. മീനിങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെക്കാം. കുറച്ച് സമയം കഴിയുമ്പം നന്നായിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരും. കുറച്ച് വെള്ളം ആ മീനിൽ നിന്ന് വരികയും ചെയ്യും. അപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം. ഇപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെക്കാം.
അപ്പോൾ ഇത് ഞാൻ അടച്ചു വെച്ചിട്ടിപ്പോൾ കുറച്ച് സമയമായി. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഇത് തീ കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഇത് അടച്ചു വെക്കാം. ഇടയ്ക്ക് തുറന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം കഴിഞ്ഞു. ഞാനിത് വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ വെള്ളം കുറച്ചും കൂടിയൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനിയുണ്ട്, കുറച്ചും കൂടി വറ്റാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് ഉപ്പ് നോക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ ഇതിനാവശ്യത്തിന് ഉപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ചേർക്കുന്നില്ല. വീണ്ടും ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കാം. വെള്ളമൊക്കെ വറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ നെത്തോലി തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഈർപ്പം അതിനകത്ത് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ അത് മാറ്റാനായിട്ട് നിങ്ങൾ ഈ തോരൻ ഇങ്ങനെ പാനിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അടയ്ക്കണ്ട, തുറന്നിട്ട് തന്നെ ഒരു മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ബാക്കിയുള്ള ആ വെള്ളവും കൂടി അങ്ങ് വറ്റി കിട്ടും. കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ അത് നല്ല അടിപൊളി നെത്തോലി തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ശരിക്കും സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.